ഹായ് ഡിയർ സ്റ്റുഡൻസ്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റൊട്ടേഷണൽ മോഷന്റെ ഒരു പ്രധാനപ്പെട്ട ഫിസിക്കൽ ക്വാണ്ടിറ്റി ടോർക്ക് എന്താണെന്ന് പറയാൻ ശ്രമിച്ചിരുന്നു. ആൻഡ് ടോർക്ക് ഈസ് ഡിഫൈൻഡ് ആസ് ദ ക്രോസ് പ്രൊഡക്റ്റ് ഓഫ് റേഡിയസ് വെക്ടർ ആൻഡ് ഫോഴ്സ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു. അതിന്റെ മാഗ്നിറ്റ്യൂഡ് നമ്മൾ എഴുതി RF സൈൻ തീറ്റ. ടോർക്ക് എന്ന് പറഞ്ഞാൽ റൊട്ടേഷണൽ ഇഫക്റ്റ് ഓഫ് ഫോഴ്സ് ആണെന്ന് പറഞ്ഞു. ഫോഴ്സിനെ റൊട്ടേറ്റ് ചെയ്യാനുള്ള കഴിവിനെ കാണിക്കുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ് ടോർക്ക് എന്ന് പറഞ്ഞു. അത് റേഡിയസ് കൂടുമ്പോൾ കൂടും, ഫോഴ്സ് കൂടുമ്പോൾ കൂടും, സൈൻ തീറ്റയ്ക്കും പ്രൊപ്പോർഷണലാണെന്ന് നമ്മൾ പറഞ്ഞു. അങ്ങനെയാണ് RF സൈൻ തീറ്റ എന്ന ഫോർമുല നമ്മൾക്ക് കിട്ടിയത്. അതിനെ ഒന്നുകൂടി മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചെറിയ കാര്യം കാണിക്കുകയാണ്. ശ്രദ്ധിക്കുക. നമ്മുടെ മുമ്പിൽ ഈ ഡോർ ഉണ്ട്. ഈ ഡോറിനെ നമുക്ക് ഇങ്ങനെ തിരിക്കാം അല്ലെ? ഡോറിനെ നിങ്ങൾക്ക് ഇതാ ഫോഴ്സ് കൊടുത്തുകൊണ്ട് ഇങ്ങനെ തിരിക്കാം. ഞാൻ ഈ ഫോഴ്സ് കൊടുക്കുന്ന സ്ഥലം നോക്കുക. ഇവിടെ ഇതിനെ ഉറപ്പിച്ച സ്ഥലമാണിത് അല്ലെ? ഈ ഡോറ് ഞാൻ ഇങ്ങനെ തിരിക്കുന്ന സമയത്ത് ഇവിടെയാണ് അതിന്റെ ഉറപ്പിച്ച സ്ഥലം. അപ്പൊ ഈ ഒരു പോയിന്റുകളെ ചുറ്റിയാണ് ഈ ഡോർ ഇങ്ങനെ തിരിയുന്നത്. അപ്പോ ഈ എല്ലാ സെന്ററുകളും ഓരോ പോയിന്റുകൾ, ഇപ്പൊ ഇങ്ങനെ ഒരു പോയിന്റിനെ എടുക്കാം, ഇവിടെ ഒരു പോയിന്റിനെ എടുക്കാം, ഇവിടെ ഒരു പോയിന്റിനെ എടുക്കാം, ഇവിടെ ഒരു പോയിന്റിനെ എടുക്കാം. ഈ റിജിഡ് ബോഡിയെ ഒരുപാട് പാർട്ടിക്കിൾസ് ഉള്ള സിസ്റ്റം ആയിട്ട് എടുക്കാം. ഇവിടെ ഒരു പോയിന്റ് ഉള്ളതായിട്ട് എടുക്കാം, ഇവിടെ ഒരു പോയിന്റ് ഉള്ളതായിട്ട് എടുക്കാം. ഇങ്ങനെ എല്ലാ പാർട്ടിക്കിൾസും റൊട്ടേറ്റ് ചെയ്യാൻ നോക്കൂ. ഞാൻ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് എല്ലാ പാർട്ടിക്കിൾസും വട്ടം കറങ്ങുന്നുണ്ട്. അതിന്റെയൊക്കെ സെന്ററുകൾ ഈ ലൈനിലാണ് ഉണ്ടാവുക. ഈ വിജാഗിരി ഫിക്സ് ചെയ്ത ലൈനിലാണ് ഉണ്ടാവുക. അതിനെയാണ് നമ്മൾ പറയാ ആക്സിസ് ഓഫ് റൊട്ടേഷൻ. അപ്പൊ ആ വിജാഗിരി ഉറപ്പിച്ച സ്ഥലത്തിന് ചുറ്റിയാണ് ഈ ഡോർ തിരിയുന്നത്. സോ ദിസ് ഈസ് ആക്സിസ് ഓഫ് റൊട്ടേഷൻ. ഇനി ഞാൻ പറഞ്ഞ പോയിന്റിലേക്ക് വരാം. എനിക്ക് ഈ ഡോറിനെ തിരിക്കാൻ വേണ്ടി നോക്കൂ, ഇവിടെ പിടിച്ചിട്ട് ഞാൻ തിരിക്കുക. കുറെ ആക്സിസിന്റെ അടുത്ത് എനിക്ക് തിരിക്കണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലെ? അതേ സമയത്ത് ഈ തറ്റത്ത് പിടിച്ച് ഞാൻ തിരിച്ചു നോക്കും, ഈസി ആയിട്ട് തിരിക്കാൻ പറ്റി. ഈ തറ്റത്ത് തിരിക്കുമ്പോൾ ഈസി ആയിട്ട് തിരിയുന്നുണ്ട്. ആക്സിസിന്റെ അടുത്ത് പിടിച്ച് തിരിക്കുമ്പോൾ തിരിയാൻ ബുദ്ധിമുട്ടാണ്. ആക്സിസിന്റെ ഏറ്റവും അടുത്തേക്ക് പോകുമ്പോൾ തിരിയാൻ ഏറ്റവും കുറവാണ്. തിരിയൽ ഏറ്റവും കുറവാണ്. അപ്പോ ഈ ആക്സിസിൽ നിന്ന് നമ്മൾ ഫോഴ്സ് അപ്ലൈ ചെയ്യുന്ന പോയിന്റിലേക്കുള്ള ദൂരമാണ് റേഡിയസ് വെക്ടർ. അപ്പൊ ഇവിടെ ഞാൻ തിരിക്കുമ്പോൾ തന്നെ വേഗം തിരിയുന്നുണ്ട്. ബാറ് കൂടുമ്പോൾ തിരിയൽ വേഗം കൂടി എന്ന് മനസ്സിലായി. ഇവിടെ പിടിച്ച് തിരിക്കുന്നതിനേക്കാൾ സുഖമാണ് നമുക്ക് ഈ തറ്റത്ത് പിടിച്ച് തിരിക്കുന്നത്. ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടുമ്പോൾ റൊട്ടേഷന് ഇഫക്റ്റ് കൂടുതലാണ്. അതായത് ഈ ദൂരത്തിന് നമ്മൾ റേഡിയസ് എന്ന് പറയാം. അപ്പൊ റേഡിയസ് കൂടിയാൽ, R കൂടിയാൽ തിരിയൽ കൂടുന്നുണ്ട്. അപ്പൊ ടോർക്ക് ആറിനായിട്ടുള്ള ബന്ധം, R കൂടുമ്പോൾ ടോർക്ക് കൂടും, റൊട്ടേഷണൽ ഇഫക്റ്റ് കൂടും. മനസ്സിലായി? രണ്ടാമത്തെ കാര്യം ഫോഴ്സ്. ഞാൻ ചെറുതായാണ് തള്ളെങ്കിൽ ചെറുതായിട്ട് തിരിയുള്ളൂ, നല്ല ശക്തിയിൽ തള്ളിയാൽ വേഗം തിരിയും. അപ്പൊ ഫോഴ്സ് കൂടിയാൽ വേഗം തിരിയും, റൊട്ടേഷണൽ ഇഫക്റ്റ് കൂടും, അതായത് ടോർക്ക് കൂടും. ഫോഴ്സ് കുറവാണെങ്കിൽ മെല്ലെ തിരിയുള്ളൂ, ടോർക്കും കുറവായിരിക്കും. മൂന്നാമത് അപ്പൊ ആറിനും പ്രൊപ്പോർഷനാണ്, എഫിനും പ്രൊപ്പോർഷനാണ്. നമുക്ക് ഹാൻഡിലൊക്കെ തറ്റത്ത് വെക്കാൻ, ഈ കുറ്റിയൊക്കെ ഏറ്റവും തറ്റത്ത് വെക്കാനുള്ള കാരണം, ഈ പിടുത്തൊക്കെ ഏറ്റവും തറ്റത്ത് വെക്കാൻ, ഹാൻഡിൽ ഏറ്റവും തറ്റത്ത് വെക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർക്ക് കൂടുതലാവാൻ വേണ്ടിയിട്ടാണ്, വേഗം തിരിയാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, 6 കൂട്ടുകയാണ്. അപ്പൊ ഹാൻഡിൽ ഏറ്റവും തറ്റത്താണ് വെക്കുക. ഓക്കെ, അടുത്ത പോയിന്റ് സൈൻ തീറ്റയുടെ കാര്യമാണ്. ഞാൻ ഈ ഫോഴ്സ് ഇങ്ങനെ കൊടുക്കുകയാണ്, ഇങ്ങനെ വലിക്കുന്നു. അവിടുന്ന് ഇങ്ങോട്ടാണ് 6. ഞാനിങ്ങനെ 6ന്റെ അതേ ഡയറക്ഷനിൽ ഇപ്പൊ ഇങ്ങനെ പിടിച്ചു വലിക്കുകയാണ്. ഡോർ തിരിയോ? ഇല്ല. നൗ തീറ്റ ഈസ് ഈക്വൽ ടു 0. ഡോർ തിരിയില്ല. ഇനി ഞാൻ അങ്ങോട്ട് തള്ളുക, അങ്ങോട്ട് തള്ളി, ഡോർ തിരിയോ? ഇല്ല. അപ്പോ ഇങ്ങോട്ട് 6, ഞാൻ ഫോഴ്സും ഇങ്ങോട്ട് കൊടുത്താൽ തിരിയില്ല. ഇനി 6 ഇങ്ങോട്ട് തന്നെ, ഫോഴ്സ് ഞാൻ അങ്ങോട്ട് കൊടുത്താൽ തിരിയോ? 180 ഡിഗ്രി, അപ്പോഴും തിരിയില്ല. അതേ സമയത്ത് ഞാൻ ഇങ്ങനെ തള്ളി, റേഡിയസിന് പെർപെൻഡിക്കുലർ ആണ് ഫോഴ്സ്. അപ്പൊ റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തിരിഞ്ഞതാ. റേഡിയസിന് പെർപെൻഡിക്കുലർ ആയിട്ട് ഫോഴ്സ് കൊടുക്കുമ്പോൾ ഈസി ആയിട്ട് തിരിഞ്ഞു. അതേ സമയത്ത് തീറ്റ 0 ആവുമ്പോഴും 180 ആവുമ്പോഴും തിരിയുന്നില്ല. അപ്പോഴാണ് നമ്മൾ സൈൻ 90 ആണ് മാക്സിമം. സൈൻ 0ഉം സൈൻ 180യും 0 ആണ്. അപ്പൊ തീറ്റ 0 ആവുമ്പോഴും 180 ആവുമ്പോഴും, ആരാണ് തീറ്റ? ആറിനും എഫിനും ഇടയ്ക്കുള്ള ആംഗിള് 0 ആകുമ്പോഴും 180 ഡിഗ്രി ആവുമ്പോഴും ടോർക്ക് 0 ആണ്, തിരിയലില്ല. എന്നാൽ തീറ്റ 90 ഡിഗ്രി, ആറിനും എഫിനും ഇടയ്ക്കുള്ള ആംഗിൾ 90 ഡിഗ്രി. ഇതാ ആറിനും എഫിനും ഇടയ്ക്കുള്ള ആംഗിൾ 90. 6 ഇങ്ങോട്ടാണ്, എഫ് ഞാൻ ഇങ്ങനെ പിടിച്ചു. അപ്പൊ ഫോഴ്സ് ഇങ്ങോട്ടാണ് അല്ലെങ്കിൽ ഫോഴ്സ് അങ്ങോട്ടാണ്. ഈ രണ്ട് കേസിലും തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ വേഗം തിരിയുന്നു. തീറ്റ 90 ഡിഗ്രി ആവുമ്പോൾ മാക്സിമം ആവുകയും തീറ്റ 0ഉം 180 ആവുമ്പോൾ 0 ആവുകയും ചെയ്യുന്നത് സൈൻ തീറ്റയാണ്. അങ്ങനെയാണ് നമ്മൾ R, F, സൈൻ തീറ്റ
ടോർക്ക് R കൂടുമ്പോൾ കൂടും, ടോർക്ക് F കൂടുമ്പോൾ കൂടും, ടോർക്ക് സൈൻ തീറ്റ കൂടുമ്പോഴും കൂടും. അങ്ങനെയാണ് ടോർക്ക് ഇസ് ഈക്വൽ ടു R ഓഫ് സൈൻ തീറ്റ, ദാറ്റ് ഈസ് ടോർക്ക് ഇസ് ഈക്വൽ ടു R ക്രോസ് F എന്നുള്ള പോയിന്റ് വന്നത്. അപ്പോൾ ഹാൻഡില് ഡോറിന്റെ ഒരു എൻഡിൽ പിടിപ്പിക്കാൻ കാരണം R കൂടുതലായതുകൊണ്ട്, ടോർക്ക് കൂടുതലായതുകൊണ്ട് വേഗം തിരിയാൻ എളുപ്പത്തിലാണ്. നിങ്ങളൊരു കോണി കയറി പോവുക, കോണി ഇങ്ങനെ സ്ലാൻഡിങ് കോണി വെച്ചിട്ട് ഇങ്ങനെ മുകളിലേക്ക് കയറും തോറും നിങ്ങൾ കോണി വെച്ച സ്ഥലമാണല്ലോ ഉറപ്പിക്കുക, ഗ്രൗണ്ടിലാണല്ലോ നിങ്ങൾ ഉറപ്പിച്ച് പിടിച്ചിരിക്കുന്നത്, നമ്മൾ അവിടെ അല്ലേ താങ്ങി നിർത്തുക. എന്നിട്ട് മുകളിലേക്ക് കയറും തോറും ആക്സിസിൽ നിന്ന് നിങ്ങൾക്കുള്ള ദൂരം കൂടുകയാണ്. അപ്പൊ ഏറ്റവും മുകളിൽ എത്തുമ്പോഴാണ് നിങ്ങൾ വീഴാൻ ഏറ്റവും കൂടുതൽ സാധ്യത, റൊട്ടേറ്റ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ സാധ്യത, അതായത് കോണി മറിഞ്ഞു വീഴാൻ സാധ്യത. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ എന്താണ്, ആക്സിസിൽ നിന്നുള്ള ദൂരം കൂടിയാൽ, റേഡിയസ് കൂടിയാൽ ടോർക്ക് കൂടും, നിങ്ങൾ അവിടുന്ന് റൊട്ടേറ്റ് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ കോണി മറിഞ്ഞു വീഴാനും സാധ്യത കൂടുതലാണ്. കോണി കയറുന്ന ആദ്യത്തെ 2-3 സ്റ്റെപ്പിൽ നിങ്ങൾ വീഴാൻ സാധ്യതയില്ല, കാരണം എന്താ, അവിടെ റേഡിയസ് കുറവാണ്, ആക്സിസ് ഗ്രൗണ്ടിലാണ്, ഉറപ്പിച്ചിരിക്കുന്ന ഗ്രൗണ്ടിലാണ്. അപ്പൊ അവിടുന്ന് ദൂരം കുറവാണ്, അപ്പൊ R കുറവാണ്, ടോർക്ക് കുറവാണ്, തിരിയാനും മറയാനുമുള്ള സാധ്യത കുറവാണ്. നിങ്ങൾ മുകളിലേക്ക് കയറി 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 ഏറ്റവും ഉയരത്തിലെത്തുമ്പോഴാണ് കോണി മറയാനുള്ള സാധ്യത, തിരിയാനുള്ള സാധ്യത, കാരണം അവിടെ R കൂടുതലായി, ടോർക്ക് കൂടുതലായി. അപ്പൊ ഈ 2-3 പോയിന്റുകൾ ടോർക്കിനെ കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ ഒരു റിജിഡ് ബോഡിയുടെ ടോർക്കിനുള്ള എക്സ്പ്രഷൻ കണ്ടെത്തണം. ഒരു പാർട്ടിക്കിളിന്റെ ടോർക്ക് നമ്മൾ കണ്ടെത്തിയിരുന്നു, R ക്രോസ് F, R ഓഫ് സൈൻ തീറ്റ, അവസാനം അത് I ആൽഫ ആയി. F ഇസിക്കൽ ടു MA എന്ന് എഴുതുന്നത് പോലെ ടോർക്ക് ഇസിക്കൽ ടു I ആൽഫ. അവിടുത്തെ ഫോഴ്സിന് പകരം ഇവിടെ ടോർക്ക്, ട്രാൻസ്ലേറ്ററി മോഷനിലെ മാസിന് പകരം റൊട്ടേഷണൽ മോഷനിലെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ, ട്രാൻസ്ലേറ്ററി മോഷനിലെ ടാൻജൻഷ്യൽ ആക്സലറേഷന് പകരം ഇവിടെ ആംഗുലാർ ആക്സലറേഷൻ ടോ ഇസിക്കൽ ടു I ആൽഫ കിട്ടി. ഇതൊരു പാർട്ടിക്കിളിനായിരുന്നു. ഇനി നമുക്ക് അതിന്റെ റിജിഡ് ബോഡി ആണെങ്കിൽ, ഇപ്പൊ നേരത്തെ പോലെ ദിസ് ഇസ് എ റിജിഡ് ബോഡിയാണ്, ഒരുപാട് പാർട്ടിക്കിൾസ് ഉണ്ട്, ഈ ബോഡി തിരിയുമ്പോൾ ഓരോ പാർട്ടിക്കിളും തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് അതിനെക്കുറിച്ച് നമുക്ക് ടോർക്ക് ഒരു റിജിഡ് ബോഡിയുടെ I ആൽഫ എങ്ങനെ കിട്ടുക എന്നുള്ളത് പരിശോധിക്കാം. ഓക്കെ, അപ്പൊ നോക്കൂ, കൺസിഡർ എ റിജിഡ് ബോഡി, ഇറ്റ് ഈസ് റൊട്ടേറ്റിംഗ് അബൌട്ട് ദിസ് ആക്സിസ്, ഇങ്ങനെയാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇതിനെ നമുക്ക് ഒരുപാട് പാർട്ടിക്കിൾസ് ആക്കാം. M1 മാസുള്ള പാർട്ടിക്കിൾ ഇങ്ങനെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു വിത്ത് ലീനിയർ ആക്സലറേഷൻ AT. അവരൊക്കെ ഒരേ ആംഗുലാർ വെലോസിറ്റിയിലല്ല, ആംഗുലാർ വെലോസിറ്റി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അയാളുടെ റേഡിയസ് R1, വേറൊരു പാർട്ടിക്കിൾ ആണ് M2, അയാളുടെ റേഡിയസ് ആണ് R2, ഇയാളും ആംഗുലാർ ആക്സലറേഷൻ AT. ഓക്കെ, എല്ലാവരുടെയും ടാൻജൻഷ്യൽ ആക്സലറേഷൻ സെയിം ആയിരിക്കും. M3, R3 ദൂരത്തില് അതും തിരിയുന്നു, ആംഗുലാർ ടാൻജൻഷ്യൽ ആക്സലറേഷൻ AT. അപ്പൊ നമുക്ക് ടോട്ടല് ഇതൊക്കെ കൂടി ആഡ് ചെയ്യാം. നമുക്ക് ടോട്ടൽ ഇയാളുടെ ഫസ്റ്റ് പാർട്ടിക്കിളിന്റെ ടോർക്ക് എന്തായിരിക്കും വരിക, M1 R ക്രോസ് F ആണ് ടോർക്ക്. R1 ക്രോസ് M1 A1, ദാറ്റ്സ് ഈക്വൽ ടു R1 into M1 A1. ടാൻജന്റും റേഡിയസും 90 ഡിഗ്രി ആയതുകൊണ്ട് സൈൻ 90. So that's equal to R1 M1 A1. That's equal to R1 M1 A1 ന്റെ സ്ഥാനത്ത് എന്താ എഴുതാൻ പറ്റുക, yes, R1 ആൽഫ. A is equal to AT is equal to R ആൽഫ എന്നുള്ള ഫോർമുല ഉപയോഗിക്കാം. That's equal to M1 R1 സ്ക്വയർ ആൽഫ. So torque is equal to എല്ലാം മൊത്തം ഓരോരുത്തരെയും കൂടി കൂട്ടുക, M1 R1 സ്ക്വയർ ആൽഫ പ്ലസ്, കാരണം ടോർക്ക് എല്ലാം ഒരേ ഡയറക്ഷനിലാണ് ആക്സിസിലൂടെ, ഒക്കെ കൂടി കൂട്ടാം, M2 R2 സ്ക്വയർ ആൽഫ പ്ലസ് എക്സെട്ര. That's equal to M1 R1 square plus M2 R2 square plus etc. all into alpha, angular acceleration constant. That's equal to I alpha. M1 R1 square plus M2 R2 square plus etc. normal total moment of inertia of the rigid body above this axis. But torque is equal to I alpha. ആരാണ് ആൽഫ? ആൽഫ is equal to d omega by dt ആണ്. ആംഗുലാർ വെലോസിറ്റിയുടെ റേറ്റ് ഓഫ് ചേഞ്ച് ആണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ടൊന്ന് മനസ്സിൽ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ടോർക്ക് എന്ന് പറഞ്ഞാൽ ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാക്കുന്ന ആളാണ്. ആംഗുലാർ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ വെലോസിറ്റി ആണ്. അപ്പൊ ടോർക്ക് എന്ന് പറഞ്ഞാൽ ആംഗുലാർ വെലോസിറ്റിയെ മാറ്റുന്ന ആളാണ്. ടോർക്ക് ഉണ്ടാക്കാൻ ആവശ്യമായ ഫോഴ്സ് റേഡിയൽ ഫോഴ്സ് അല്ല, പകരം ടാൻജൻഷ്യൽ ഫോഴ്സ് ആയിരിക്കണം. ഒരു വസ്തുവിനെ തിരിക്കേണ്ടതല്ല, തിരിക്കുമ്പോൾ അതിന്റെ വേഗത മാറ്റുന്നത്, ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാക്കുന്നത് ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ്. റേഡിയൽ ഫോഴ്സ് അല്ല, സെൻട്രിപീറ്റൽ ഫോഴ്സ് അല്ല. സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം, എന്തിനാ? അത് തിരിഞ്ഞുകൊണ്ടിരിക്കാൻ സെൻട്രിപീറ്റൽ ഫോഴ്സ് വേണം. പക്ഷെ തിരിയുന്ന വേഗത കൂട്ടാനോ കുറയ്ക്കാനോ, നിൽക്കുന്ന ആളതിനെ പെട്ടെന്ന് തിരിയാൻ പറയാനോ, അതായത് ആംഗുലാർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ, അതായത് ആംഗുലാർ വെലോസിറ്റിയെ മാറ്റാൻ, ലീനിയർ വെലോസിറ്റിയെ മാറ്റാൻ, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലീനിയർ വെലോസിറ്റി മാറ്റാൻ,
ടാൻജൻഷ്യൽ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ, ആംഗുലർ ആക്സിലറേഷൻ ഉണ്ടാക്കാൻ ഒക്കെ ടോർക്ക് വേണം. ഈ പറഞ്ഞ ടാൻജൻഷ്യൽ ഫോഴ്സ് ആണ് ടോർക്കിനെ ക്രിയേറ്റ് ചെയ്യുക, ഒരിക്കലും റേഡിയൽ ഫോഴ്സ് അല്ല. ഇത് നന്നായിട്ട് മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ കിട്ടിയത്? ടോർക്ക് ഓഫ് എ റിജിഡ് ബോഡിയും കണ്ടെത്തി. അടുത്ത് നമുക്ക് ആംഗുലാർ മൊമെന്റവും ടോർക്കും തമ്മിലുള്ള ബന്ധം കാണാം. ആംഗുലാർ മൊമെന്റം നേരത്തെ പറഞ്ഞു. എന്തായിരുന്നു ആംഗുലാർ മൊമെന്റം? L ഈക്വൽ ടു I ഒമേഗ. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ എഴുതാം L ഈക്വൽ ടു I ഒമേഗ. നമ്മൾ ജസ്റ്റ് മാഗ്നിറ്റ്യൂഡ് എഴുതി. രണ്ട് ഭാഗത്തും ഞാനൊന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാണ് ടൈമില്. സോ dL ബൈ dt is equal to d by dt of I ഒമേഗ എന്ന് എഴുതാം. ഒരു പ്രശ്നമില്ലല്ലോ. ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു d by dt of I ഒമേഗ എന്ന് എഴുതി. എന്താണ്? സമയം മാറുമ്പോൾ ആംഗുലാർ മൊമെന്റം എങ്ങനെ മാറണം നോക്കുക. മൊമെന്റ് ഓഫ് ഇനേർഷ്യ ആക്സിസ് മാറിയാലോ അല്ലെങ്കിൽ വസ്തുവിന്റെ ഷേപ്പ് മാറിയാലോ അല്ലെങ്കിൽ അതിന്റെ മാസ് മാറിയാലോ ആണ് മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാറുക. അപ്പൊ ആക്സിസ് മാറുന്നില്ല, മൊമെന്റ് ഓഫ് മാസ് മാറുന്നില്ല, ഷേപ്പ് മാറുന്നില്ലെങ്കിൽ ആ വസ്തുവിന്റെ കോൺസ്റ്റന്റ് ആണ് ആ ആക്സിസിനനുസരിച്ച് എന്ത്? മൊമെന്റ് ഓഫ് ഇനേർഷ്യ. അപ്പൊ ആക്സിസ് മാറിയിട്ടില്ലെങ്കിൽ, ആ വസ്തു മാറിയിട്ടില്ലെങ്കിൽ I കോൺസ്റ്റന്റ് ആണ്, സമയം മാറുമ്പോൾ മാറില്ല. സോ ഇറ്റ് ഈസ് ടേക്കൺ ഔട്ട് സൈഡ്. സോ I ഇൻറ്റു d ഒമേഗ ബൈ dt എന്ന് എഴുതാം. വാട്ട് ഈസ് d ഒമേഗ ബൈ dt? d ഒമേഗ ബൈ dt is rate of change of angular velocity is angular acceleration. So dl by dt is equal to I alpha. What is I alpha? ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളൂ. That is torque. Therefore, very important relation. Tau is equal to dl by dt. Very important. Torque is the rate of change of angular momentum. Just like Newton's second law, F is equal to dp by dt. Force is the rate of change of linear momentum. ട്രാൻസ്ലേറ്ററി മോഷനില് അതേപോലെ റൊട്ടേഷണൽ മോഷനില് ടോർക്ക് ഈസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. നോക്കൂ, എഫിന് പകരം ടോർക്ക് എഴുതി, പിക്ക് പകരം ആംഗുലാർ മൊമെന്റം എഴുതി, എല്ലാം എഴുതി, സമയമൊക്കെ അതേപോലെ തന്നെ എഴുതി. സോ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിലേഷൻ. ഇതിനെ മറ്റൊരു രൂപത്തിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡിറൈവ് ചെയ്യാം. അപ്പൊ ഈ ഡെറിവേഷൻ ആണ് എളുപ്പം. derive the relation between torque and angular momentum or prove that torque is the rate of change of angular momentum എന്ന് ചോദിച്ചാൽ ഇതാണ് ഏറ്റവും എളുപ്പത്തിലുള്ള വഴി. എല്ലിനെ I ഒമേഗ എന്ന് എഴുതുക, രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്യുക, I കോൺസ്റ്റന്റ് പുറത്തേക്ക് എടുക്കുക, d ഒമേഗ ബൈ dt ആൽഫ എന്ന് എഴുതുക, I ആൽഫയ്ക്ക് പകരം ടോർക്ക് കൊടുക്കുക. സോ ടോർക്ക് ഇസ് ഈക്വൽ ടു റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം. ഇനി നമുക്ക് വേറൊരു ഡെറിവേഷനും ചെയ്യാം. ഇങ്ങനെയും എഴുതാം. L is equal to R cross P ആണ്. ഓക്കെ, സോ രണ്ട് ഭാഗത്തും ഡിഫറൻഷിയേറ്റ് ചെയ്താൽ dl by dt റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം ഈക്വൽ ടു d by dt ഓഫ് R cross P എന്ന് എഴുതാം. ദാറ്റ്സ് ഈക്വൽ ടു ഒക്കെ വെക്ടർ ആണ്, എല്ലാം വെക്ടർ സൈൻ കൊടുക്കുക. ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ആദ്യം R നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. സോ dr by dt എന്ന് എഴുതാം. ഓക്കെ, ക്രോസ് P ആദ്യം R നെ ഡിഫറൻഷിയേറ്റ് ചെയ്തു, ക്രോസ് P2 ആദ്യത്തെ ടേം പ്ലസ് രണ്ടാമത് R നെ അങ്ങനെ തന്നെ ഇട്ടു, ഇനി P നെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. R cross dp by dt എന്ന് എഴുതാം. Okay, what is dr by dt? Rate of change of radius vector or position vector is linear velocity. So linear velocity v cross linear momentum plus r cross r cross what is dp by dt? Force r. So r cross f. Okay. What is v cross p? vp sin 0 അല്ലെ? linear moment velocity linear momentum ഒരേ ഡയറക്ഷനിലാണ്. ഒരേ ഡയറക്ഷനിലാണെങ്കിൽ വിക്കും പിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. കാരണം ലീനിയർ വെലോസിറ്റി മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് ലീനിയർ മൊമെന്റം. പി ഇസ് ഈക്വൽ ടു എം വി ആണ്. സോ വിന്റെ ഡയറക്ഷൻ തന്നെയാണ് ലീനിയർ മൊമെന്റത്തിന്റെ ഡയറക്ഷൻ. അപ്പൊ വിയും പിക്കും ഇടയ്ക്കുള്ള ആംഗിൾ 0 ഡിഗ്രിയാണ്. Therefore vp sin 0 plus what is r cross f? R cross f is torque. So vp sin 0 എത്രയാ? 0 plus torque. So അടുത്ത വീണ്ടും ഫോർമുല കിട്ടി. Tau is equal to dl by dt. ഇമ്പോർട്ടന്റ്. അപ്പൊ ഇങ്ങനെ ഡിറൈവ് ചെയ്യാം, നേരത്തെ പറഞ്ഞ ഡിറൈവ് ചെയ്യാം. നിങ്ങൾക്ക് കൂടുതൽ എളുപ്പമുള്ള വഴി ഇതായിരിക്കും തോന്നുന്നു. L is equal to R cross P ആണെങ്കിൽ ഇങ്ങനെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതിനേക്കാൾ എളുപ്പം നേരത്തെ ഞാൻ L is equal to I ഒമേഗ വെച്ച് ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഈസി. ഓക്കെ, അടുത്ത നമ്മൾ പ്രധാനപ്പെട്ട ഒരു തിയറത്തിലേക്ക് കിടക്കുകയാണ്. ദാറ്റ് ഈസ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. ജസ്റ്റ് ലൈക്ക് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. എന്തായിരുന്നു ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം? യെസ്, യു നോ. If no external force acts on a body or a system, the total linear momentum of the system or the body is conserved. ഒരു സിസ്റ്റത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ഒരു ബോഡിയുടെ മുകളിൽ ആകെ എക്സ്റ്റേണൽ ഫോഴ്സ് 0 ആണെങ്കിൽ അതിന്റെ ആകെ ലീനിയർ മൊമെന്റ്, ആ സിസ്റ്റത്തിന്റെ ആകെ ലീനിയർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കും. F is equal to dp by dt, ന്യൂട്ടന്റെ സെക്കൻഡ് ലോ. If F equal to 0, dp by dt equal to 0. Therefore P is equal to constant. ഇതായിരുന്നു പ്രൂവ് ചെയ്യാൻ ഏറ്റവും എളുപ്പത്തിലുള്ള വഴി. ന്യൂട്ടന്റെ സെക്കൻഡ് ലോ ഓഫ് മോഷൻ ഉപയോഗിച്ചുകൊണ്ട് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ലീനിയർ മൊമെന്റം. ഇവിടെ നമ്മൾ ഇതിനൊക്കെ പകരം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിലേക്ക് പോകുന്നു. നിങ്ങൾക്ക് ഏറ്റവും എളുപ്പത്തിൽ പറയാം. നമുക്ക് പറയാൻ പറ്റിയത് ടോ സമൻ dl by dt. ടോർക്ക് is equal to rate of change of angular momentum. നമ്മൾ കൊടുക്കുകയാണ് if
എക്സ്റ്റേണൽ ടോർക്ക് ഇസ് ഈക്വൽ ടു 0. ഈ ടോർക്ക് പൂജ്യമാണെന്ന് വിചാരിക്കുക. Therefore dl by dt equal to 0. അതായത് റൈറ്റ് ഹാൻഡ് സൈഡ് 0 ആവണം. dl by dt 0 എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ആംഗുലാർ മൊമെന്റം 0 എന്ന് പറഞ്ഞാൽ ആംഗുലാർ മൊമെന്റം ചേഞ്ച് ചെയ്യാൻ പാടില്ല. ദാറ്റ് ഈസ് L equal to ചേഞ്ച് ബൈ ടൈം കോൺസ്റ്റന്റ് ആണെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ പാടില്ല. Therefore L is equal to constant. That is I omega equal to constant. ഇതാണ് എന്ത് I omega equal to constant എന്നുള്ളതിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. I1 omega 1 equal to I2 omega 2 എന്ന് എഴുതി വെക്കാം. അതായത് ആംഗുലാർ മൊമെന്റം എപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും എക്സ്റ്റേണൽ ടോർക്ക് പൂജ്യമാണെങ്കിൽ. ഇഫ് ദ എക്സ്റ്റേണൽ ടോർക്ക് ആക്ടിംഗ് ഓൺ എ സിസ്റ്റം ഈസ് 0 or a rigid body is 0, total angular momentum of the rigid body is conserved or the system is conserved. If no external torque acts on a system, total angular momentum of the system or rigid body is conserved. This is law of conservation of angular momentum. Very important ആണ്. പൂജ്യമാണെങ്കിൽ എക്സ്റ്റേണൽ ടോർക്ക് പൂജ്യമാണെങ്കിൽ എപ്പോഴും ആംഗുലാർ മൊമെന്റം എൽ കോൺസ്റ്റന്റ് ആയിരിക്കും. എൽ എന്ന് പറഞ്ഞാലാണ് ഐ ഒമേഗ കോൺസ്റ്റന്റ് ആയിരിക്കും. ഐ ഒമേഗ കോൺസ്റ്റന്റ് ആണെങ്കിൽ ഐ കൂടിയാൽ ഒമേഗ കുറയും, അല്ലെങ്കിൽ ഐ കുറഞ്ഞാൽ ഒമേഗ കൂടും. I1 ഒമേഗ 1 സമം I2 ഒമേഗ 2 സമം I3 ഒമേഗ 3 സമം. എപ്പോഴും അതായത് ഐ മാറാം ഒമേഗ മാറാം, പക്ഷെ ഐ ഇൻറ്റു ഒമേഗ മാറില്ല. എങ്ങനെയാണെങ്കിൽ ആ സിസ്റ്റത്തിന്റെ മുകളിൽ അല്ലെങ്കിൽ ആ റിജിഡ് ബോഡിയുടെ മുകളിൽ ടോട്ടൽ ആംഗുലാർ മൊമെന്റ് ടോട്ടൽ ടോർക്ക് പൂജ്യമാണെങ്കിൽ. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഇതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിന്റെ പ്രൂഫ് നമ്മൾ പറഞ്ഞു, സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. അടുത്തത് ഇതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കും. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം. അടുത്ത അതിന്റെ അപ്ലിക്കേഷൻസ് ആണ്. അപ്ലിക്കേഷൻസ് ഏറ്റവും എളുപ്പത്തിൽ നമുക്ക് തിരിയുന്ന ഒരു കേസ് എടുക്കാം. ഒരാളാണ്, ഇയാൾ തിരിയാണ്. ഇയാൾ ആദ്യം തിരിയുന്നത് കൈയൊക്കെ ഇങ്ങനെ നീട്ടി തിരിയാ. ഇതാണ് അയാളുടെ കൈയാണ് കേട്ടോ. എന്നിട്ട് അയാൾ ഇങ്ങനെ തിരിയാ. ഇപ്പൊ തിരിയുന്ന ആംഗുലാർ വെലോസിറ്റിയാണ് ഒമേഗ. ഇനി അതേ ആൾ തന്നെ പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ചോദ്യം, ഇയാൾ കൈ ഫോൾഡ് ചെയ്യും എന്നിട്ടാണ് അയാൾ തിരിയുന്നത്. ഇപ്പൊ തിരിയുന്ന ആംഗുലാർ വെലോസിറ്റിയാണ് ഒമേഗ 2. ഇതിൽ ഏതാണ് കൂടുതൽ? അതായത് ഇതാ കൈ ഇങ്ങനെ നീട്ടി വെച്ചിട്ട് ഇങ്ങനെ തിരിഞ്ഞു, ഇനി കൈ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ തിരിഞ്ഞു. എപ്പോഴാണ് ആംഗുലാർ വെലോസിറ്റി കൂടുക? ഒരേ ആൾ തന്നെയാണ്, വേറെ ആരും നിർബന്ധിച്ച് തിരിക്കുന്നതല്ല. എക്സ്റ്റേണൽ ടോർക്ക് പൂജ്യമാണ്. അപ്പൊ ടോർക്ക് പൂജ്യമാണ്. ടോ ഈക്വൽ ടു 0. Therefore L equal to constant. അല്ലെ, അങ്ങനെ തിരിഞ്ഞാലും ഇങ്ങനെ തിരിഞ്ഞാലും ടോർക്ക് പൂജ്യം ആയതുകൊണ്ട് അയാളുടെ ആംഗുലാർ മൊമെന്റം കോൺസ്റ്റന്റ് ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ I ഒമേഗ ഈക്വൽ ടു കോൺസ്റ്റന്റ് ആയിരിക്കണം. അപ്പൊ ഇവിടുത്തെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ എന്തായിരിക്കും? ഇതാണ് ദൂരം അല്ലെ, R1 കൈയൊക്കെ നീട്ടിയപ്പോ ദൂരം കൂടുതലായി. സോ I1 ഒമേഗ 1 ആണ് ഇപ്പോഴത്തെ ആംഗുലാർ മൊമെന്റം. ഇവിടെയാണെങ്കിലോ R2 കുറവാണ്, കൈയൊക്കെ സ്ട്രെച്ച് ചെയ്യുന്നില്ല, ആക്സസ് തന്നെയാണ്, സ്വന്തം ആക്സസിലാണ് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ L is equal to കോൺസ്റ്റന്റ് ആവണം. ഇവിടുത്തെ I2 ഒമേഗ 2 ആണ്, ഇവിടുത്തെ ആംഗുലാർ വെലോസിറ്റി ഒമേഗയാണ്. ഇവിടെയാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? ഇവിടെയാണോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതൽ? ഇവിടെ I1 ഈസ് ലാർജ് അല്ലെ. ആക്സസിൽ നിന്നുള്ള ദൂരം കൂടുതലാണെങ്കിൽ mr² ഒക്കെ കൂടുതലാവും, അതായത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായി. അതുകൊണ്ട് ഒമേഗ 1 ഈസ് സ്മോൾ. ഇവിടെയോ I2 ഈസ് സ്മോൾ അല്ലെ, കൈയൊക്കെ ഫോൾഡ് ചെയ്തു, അതുകൊണ്ട് ആക്സസിൽ നിന്ന് അടുത്തേക്ക് വന്നു. സോ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. അതുകൊണ്ട് ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തായിരിക്കും? ഒമേഗ 2 ഈസ് ലാർജ്. അതായത് കൈ ഫോൾഡ് ചെയ്ത് തിരിയുമ്പോൾ അയാൾക്ക് കൂടുതൽ ആംഗുലാർ വെലോസിറ്റിയിൽ തിരിയാം. കൈ സ്ട്രെച്ച് ചെയ്ത് തിരിയുമ്പോൾ അയാളുടെ ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ കുറവായിരിക്കും. കൈ സ്ട്രെച്ച് ചെയ്താൽ ആംഗുലാർ വെലോസിറ്റി കുറവായിരിക്കും, കാരണം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലായി. ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യാൻ വേണ്ടി ഐ കൂടുതലായാൽ ഒമേഗ കുറയും. ഇവിടെ കൈ ഫോൾഡ് ചെയ്യുന്ന സമയത്ത് അയാളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞു, കാരണം അയാളുടെ ആക്സിസിന്റെ അടുത്തേക്ക് എത്തി. അപ്പൊ അതുകൊണ്ട് ഐ കുറവായി, മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറഞ്ഞു. ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യാൻ വേണ്ടി, സെയിം ആയി നിൽക്കാൻ വേണ്ടിയിട്ട് ആംഗുലാർ വെലോസിറ്റി കൂടുതലായി. അപ്പൊ വേഗത്തിൽ തിരിയും, ഇവിടെ മെല്ലെ തിരിയും. ആംഗുലാർ വെലോസിറ്റി ഇതിലാണ് കൂടുതൽ, ഇതിൽ കുറവ്. പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ചോദ്യം. ഇനി അടുത്ത അപ്ലിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതാണ് ഭൂമിയുടെ റൊട്ടേഷൻ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്ലാനറ്റ് സൂര്യന് ചുറ്റും തിരിയുന്നത്. നിങ്ങൾക്കറിയാം കെപ്ലേഴ്സ് ലോസ് ഓഫ് പ്ലാനറ്ററി മോഷൻ പ്രകാരം, സൂര്യന് ചുറ്റും കറങ്ങുന്നത് എങ്ങനെയാ? സൂര്യൻ ഏതെങ്കിലും ഒരു ഫോക്കസിൽ നിൽക്കും, പ്ലാനറ്റ് എലിപ്റ്റിക്കൽ പാത്തിലാണ് കറങ്ങുക. അപ്പൊ എർത്ത് എലിപ്റ്റിക്കൽ പാത്തിലാണ് കറങ്ങുക. ഇതാ ഏറ്റവും സൂര്യന്റെ അടുത്തേക്ക് വരുന്ന സമയമാണ് R1 ദൂരത്തില്. ഇനി അങ്ങനെ എർത്ത് കറങ്ങി 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 ഇവിടേക്ക് എത്തി, ഏറ്റവും സൂര്യനിൽ നിന്ന് അകന്നു പോയി ഈ ഡാഷ്. അപ്പോ ഈ സമയത്തുള്ള ദൂരത്തെ നമുക്ക് R2 എന്ന് വിളിക്കാം. അപ്പൊ എർത്ത് സൂര്യന് അടുത്ത് വരുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവായിരിക്കും അല്ലെ. അകന്നു പോകുമ്പോൾ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും, കാരണം ആക്സിസ് എന്നുള്ള ദൂരം കൂടി. അപ്പൊ ഇവിടെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എഴുതാം മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈസ് മിനിമം ആണ്. Therefore ആംഗുലാർ മൊമെന്റം ആരും നിർബന്ധിച്ച് തിരിയുന്നല്ല, ടോർക്ക് എക്സ്റ്റേണൽ ടോർക്ക് പൂജ്യമാണ്. അതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റി മാക്സിമം ആണ്.
ഇവിടെ ഏറ്റവും ദൂരത്തെത്തുന്ന സമയത്ത് മൊമെന്റ് ഓഫ് ഇനേർഷ്യ ഈ ദൂരമൊക്കെ കൂടുതലായതുകൊണ്ട് ആക്സിസ് എന്നുള്ള ദൂരം കൂടുതലായതുകൊണ്ട് മാക്സിമം ആണ്. അതുകൊണ്ട് ആംഗുലാർ വെലോസിറ്റി മിനിമം ആണ്, ഇമ്പോർട്ടന്റ് ആണ്. ഇവിടെ ഭൂമി വേഗത്തിൽ തിരിയും, ഇവിടെ ഭൂമി മെല്ലെ തിരിയുള്ളൂ. എന്താണ് ആംഗുലാർ വെലോസിറ്റി? ഒരു സെക്കൻഡോട്ട് തിരിഞ്ഞ ആംഗിൾ. അപ്പൊ ഇവിടെ വേഗം തിരിഞ്ഞു പോകും, ഇവിടെ മെല്ലെ തിരിയുള്ളൂ. സൂര്യന്റെ അടുത്തേക്ക് വരുമ്പോൾ ഭൂമിയുടെ ആംഗുലാർ വെലോസിറ്റി മാക്സിമം ആയിരിക്കും, സൂര്യന് അകന്നു പോകുമ്പോൾ ഭൂമിയുടെ ആംഗുലാർ വെലോസിറ്റി കുറവായിരിക്കും. അതായത് ആംഗുലാർ വെലോസിറ്റി ഓഫ് റൊട്ടേഷൻ ഈസ് നോട്ട് കോൺസ്റ്റന്റ് ഫോർ എർത്ത് ഓർ എനി പ്ലാനറ്റ് around the sun. It is maximum when it is near to the sun because moment of inertia is less. To conserve angular momentum, angular velocity കൂടണം. i സെയിം ആയിട്ട് നിർത്താൻ. അതേപോലെ സൂര്യൻ അകന്നു പോകുമ്പോൾ ഏതൊരു പ്ലാനറ്റിന്റെയും മൊമെന്റ് ഓഫ് ഇനേർഷ്യ മാക്സിമവും വീണ്ടും ആംഗുലാർ മൊമെന്റം മാറാതിരിക്കാൻ എക്സ്റ്റേണൽ ടോർക്ക് 0 ആയതുകൊണ്ട് ആംഗുലാർ മൊമെന്റം മാറാതിരിക്കാൻ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ ആംഗുലാർ വെലോസിറ്റി കുറയും. അപ്പൊ മെല്ലെ തിരിയുള്ളൂ. സൂര്യന്റെ അടുത്ത് ഒരു പ്ലാനറ്റ് വേഗത്തിൽ തിരിയും, സൂര്യനിൽ നിന്ന് അകലെ പോകുമ്പോൾ മെല്ലെ തിരിയും. കൈ ഇങ്ങനെ സ്ട്രെച്ച് ചെയ്താൽ നിങ്ങൾക്ക് മെല്ലെ തിരിയാൻ പറ്റുള്ളൂ, കാരണം മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുതലാണ്. നിങ്ങൾ കൈയൊക്കെ ഫോൾഡ് ചെയ്ത് വന്നാൽ നിങ്ങൾക്ക് വേഗത്തിൽ തിരിയാൻ നിങ്ങളുടെ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ അപ്ലിക്കേഷൻസ് ഓഫ് ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റം നിങ്ങൾ ഓർമ്മിക്കുക. മറ്റൊരു എക്സാമ്പിൾ പറയുന്നത്, ഭൂമി ചൂട് കൂടിയിട്ട് മഞ്ഞുരുകിയാൽ, നോർത്തിലും സൗത്തിലും ആർട്ടിക്കൽ അന്റാർട്ടിക്കയിലൊക്കെയാണല്ലോ മഞ്ഞുള്ളത്, ഐസിന്റെ കട്ടയാണ്. അപ്പൊ അത് ആക്സിസിന്റെ അടുത്താണ്. ആക്സിസിന്റെ അടുത്ത് വരുന്ന സമയത്ത് എന്താ സംഭവിക്കുക? മൊമെന്റ് ഓഫ് ഇനേർഷ്യ കുറവാകും, അപ്പൊ ആംഗുലാർ വെലോസിറ്റി കൂടുതലാവും. ഇനി മഞ്ഞുരുകി ഇതൊക്കെ വെള്ളമായി പോയി കഴിഞ്ഞാൽ ആക്സിസ് നിന്ന് അകലും, അപ്പൊ ദൂരം കൂടുതലായതുകൊണ്ട് മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടിയാൽ ആംഗുലാർ വെലോസിറ്റി കുറയും. ആംഗുലാർ വെലോസിറ്റിയുടെ ഫോർമുല എന്താ? ഒമേഗ ഇസ് ഈക്വൽ ടു 2π ബൈ പീരിയോഡ് ആണ്. നിങ്ങൾ ശ്രദ്ധിക്കുക. ആംഗുലാർ വെലോസിറ്റി മഞ്ഞുരുകിയാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടുന്നത് കൊണ്ട് ആംഗുലാർ വെലോസിറ്റി കുറയും. അതുകൊണ്ട് തന്നെ പീരിയോഡ് കൂടും. ആംഗുലാർ വെലോസിറ്റി കുറഞ്ഞാൽ പീരിയോഡ് കൂടും, അതായത് ദിവസത്തിന്റെ ദൈർഘ്യം കൂടും. ധ്രുവങ്ങളിലെ മഞ്ഞുരുകിയാൽ ദിവസത്തിന്റെ ദൈർഘ്യം കൂടും. കാരണം മഞ്ഞുരുകിയാൽ ആക്സിസിൽ നിന്ന് അകലും, ആക്സിസ് അകന്നാൽ മൊമെന്റ് ഓഫ് ഇനേർഷ്യ കൂടും. ആംഗുലാർ വെലോസിറ്റി കൺസർവ് ചെയ്യാൻ, ആംഗുലാർ മൊമെന്റം കൺസർവ് ചെയ്യാൻ വേണ്ടി ആംഗുലാർ വെലോസിറ്റി കുറയും. ആംഗുലാർ വെലോസിറ്റി കുറയണമെങ്കിൽ പീരിയോഡ് കൂടും. ഇങ്ങനെ ഒരു പ്രാവശ്യം കറങ്ങാടുക്കുന്ന പീരിയോഡാണ് ഒരു ദിവസം. അപ്പോ ഭൂമിയിലെ ഒരു ദിവസത്തിന്റെ അളവ് ദൈർഘ്യം കൂടും മഞ്ഞുരുകിയാൽ. പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യം. ഇങ്ങനെയൊക്കെയുള്ള അപ്ലിക്കേഷൻസ് ചെയ്യാൻ അറിയണം ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ആംഗുലാർ മൊമെന്റത്തിൽ. ഓക്കെ, നന്നായി പഠിക്കുക, പ്രാധാന്യമുള്ള ഭാഗമാണ് കേട്ടോ. താങ്ക് യു.